ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. 38-കാരനായ മെസ്സി ഇപ്പോഴും സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുക്കുന്നുണ്ട്. പരിക്കിൻ്റെ പ്രശ്നങ്ങൾക്കിടയിലും ക്ലബിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും ഒരുപോലെ തിളങ്ങാൻ മെസ്സിക്ക് സാധിക്കുന്നു. ഇന്റർ മയാമിക്ക് വേണ്ടി ലീഗ്സ് കപ്പിൽ മികച്ച പ്രകടനം മെസ്സി നടത്തിയിരുന്നു. ഇപ്പോൾ അർജന്റീനയ്ക്ക് വേണ്ടി കഴിഞ്ഞ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ വെനസ്വേലക്കെതിരെ 2 ഗോളുകൾ മെസ്സി നേടിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, മികച്ച പ്രകടനം അദ്ദേഹം നടത്തുകയും ചെയ്തിരുന്നു. പക്ഷെ അടുത്ത മത്സരത്തിൽ മെസ്സി കളിക്കില്ല, അദ്ദേഹത്തിന് വിശ്രമമാണ് എന്നത് സ്ഥിരീകരിക്കപ്പെട്ട ഒരു കാര്യമാണ്. ഏതായാലും ചില നേട്ടങ്ങൾക്കരികിലാണ് ഇപ്പോൾ മെസ്സി ഉള്ളത്. അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് കരിയറിൽ 900 ഗോളുകൾ പൂർത്തിയാക്കുന്ന താരം എന്ന നേട്ടത്തിലേക്ക് ഇനി മെസ്സിക്ക് 21 ഗോളുകൾ മാത്രമാണ് ആവശ്യമായി വരിക. 21 ഗോളുകൾ കൂടി നേടിക്കഴിഞ്ഞാൽ മെസ്സി 900 ഗോളുകൾ എന്ന നാഴികക്കല്ലിൽ എത്തും. ഇനി അസിസ്റ്റിന്റെ കാര്യത്തിലും ഒരു റെക്കോർഡ് മെസ്സിയെ കാത്തിരിക്കുന്നുണ്ട്. അതായത് 400 അസിസ്റ്റുകൾ പൂർത്തിയാക്കാൻ മെസ്സിക്ക് ഇനി വേണ്ടത് 11 അസിസ്റ്റുകളാണ്. ആ ഒരു നേട്ടം കൂടി അദ്ദേഹത്തെ കാത്തിരിക്കുന്നു. കൂടാതെ 1300 ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന സുവർണ നേട്ടം മെസ്സിയെ കാത്തിരിക്കുന്നുണ്ട്. അതിന് 32 ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ചു കഴിഞ്ഞാൽ 1300 ഗോൾ പങ്കാളിത്തങ്ങൾ എന്ന നേട്ടത്തിലേക്ക് എത്താൻ മെസ്സിക്ക് സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെയാണ് മെസ്സിയെ കാത്തിരിക്കുന്ന നേട്ടങ്ങളുടെ അല്ലെങ്കിൽ റെക്കോർഡുകളുടെ ഒരു കണക്ക് വരുന്നത്. ഇതെല്ലാം മെസ്സി തകർത്തെറിയും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. അർജന്റീന ദേശീയ ടീമിനോടൊപ്പം ഇനിയിപ്പോൾ ഒരുപാട് മത്സരങ്ങളൊന്നും മെസ്സിക്ക് കളിക്കാനില്ല എന്നുള്ളതാണ്. പക്ഷെ അടുത്ത വേൾഡ് കപ്പ് വരെയെങ്കിലും മെസ്സി ഉണ്ടാകും എന്നത് ഉറപ്പാണ്. മാത്രമല്ല, ഇന്റർ മയാമിയോടൊപ്പം മെസ്സി പുതിയ കോൺട്രാക്റ്റിൽ ഒപ്പുവെക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ ഈ റെക്കോർഡുകളെല്ലാം തകർത്തുകൊണ്ടാണ് മെസ്സി കളം വിടുക എന്നാണ് അദ്ദേഹത്തിന്റെ ആരാധകർ വിശ്വസിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.